ഇവിടെ ഒരു അമ്പലമുണ്ട്. അത് സൂം ചെയ്ത് കാണിച്ചു തരാം. പത്തനംതിട്ടയ്ക്ക് ഡബിൾ ചങ്കല്ല, ട്രിപ്പിൾ ചങ്കാണ്. കൂടാതെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പത്തനംതിട്ടയിലുള്ള ചുട്ടിപ്പാറയാണ്. അപ്പോൾ ആ കാണുന്ന ആ ചുട്ടിപ്പാറയുടെ മണ്ടയ്ക്ക് നമ്മൾ കാണാം. കൂട്ടുകാരെ, പത്തനംതിട്ടയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഈ കൂറ്റൻ പാറയ്ക്ക് ചുട്ടിപ്പാറ എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. പത്തനംതിട്ട സബ് ജയിലിൻ്റെ ഇരുവശങ്ങളിലുമുള്ള റോഡുകളിൽ കൂടി നമുക്ക് യഥേഷ്ടം ഈ പാറയിൽ എത്തിപ്പെടാൻ പറ്റും. എൻ്റെ വാഹനം ഇവിടെ വെച്ചിട്ടാണ് ഞാൻ നടന്ന് മുകളിലേക്ക് കയറി പോകുന്നത്. നടപ്പാത മുഴുവനും കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാണ്. ഭയങ്കര കേട്ടോ, രക്ഷയില്ല. അണയ്ക്കുന്നു, ഒരു രക്ഷയില്ല. കോൺക്രീറ്റ് ചെയ്തേക്കാം മൊത്തം. അങ്ങനെ ചുട്ടിപ്പാറയുടെ മുകളിൽ കയറാൻ പോവുകയാണ്. ഇവിടെ വന്നാൽ കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു വിശാലമായ പാർക്കിംഗ് ഉണ്ട്. എന്തിനാണെന്നറിയാം, കാണിച്ചുതരാം. ചുട്ടിപ്പാറ ശ്രീ മഹാദേവൻ മലനട എന്ന ക്ഷേത്രമാണ് ഈ പാറയുടെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. വൈകിട്ട് 4 മണി മുതൽ 7 മണി വരെയാണ് ഇവിടേക്കുള്ള പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. ജാതിമത ഭേദമന്യേ ആർക്ക് വേണമെങ്കിലും ഇവിടെ പ്രവേശനവുമുണ്ട്. ഇതിൻ്റെ മുകളിൽ കയറുന്നത് നിസ്സാരമായ ഒരു ജോലിയല്ല, വളരെ വലിയ കുത്തുകയറ്റമാണ് ഇവിടെ ഉള്ളത്. സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്ന് ഭക്തരായും ടൂറിസ്റ്റുകളായും ഒരുപാട് ആളുകൾ വന്നു പോകുന്നു ഇവിടെ. സിറ്റിയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ഈ പാറയുടെ സമീപത്തെത്താം. ഭയങ്കര കയറ്റം, ഭയങ്കര കയറ്റം. കണ്ടില്ലേ, 4 മണിക്ക് ഇവിടെ തുടക്കം. കാത്തു നിന്ന് ഗേറ്റ് തുറന്നപ്പോൾ ഞാൻ ആ ഭീമാകാരമായ കയറ്റം നടന്നു തുടങ്ങി. പത്തനംതിട്ട സിറ്റിയിൽ നിന്നും ഏകദേശം 300 അടി ഹൈറ്റിലാണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത്. പത്തനംതിട്ട നഗരം കാണുന്നു. അടിപൊളി വൈബ് കേട്ടോ, ഭയങ്കര കയറ്റോ. ഭയങ്കര കയറ്റോ അല്ലേ, ഒരു രക്ഷയില്ലാത്ത കയറ്റോ. ഒരു നദി അവിടുന്ന് ഒഴുകി വരുന്നുണ്ട്, ഏതെന്നറിയില്ല, കാണാൻ പറ്റുന്നുണ്ടോ? ടോപ്പിലായി ചുട്ടിപ്പാറയുടെ ഞാൻ ടോപ്പിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇവിടെ ഒരു അമ്പലമുണ്ട്. കാണാം, പത്തനംതിട്ട സിറ്റി ഫുള്ള് കാണാം, 360 ഡിഗ്രിയിൽ കാണാം. കണ്ടില്ലേ, പത്തനംതിട്ട 360 ഡിഗ്രിയിൽ കാണാം. ഇനി ഇതൊരു പാറയുണ്ട്, ആ പാറയുടെ മുകളിലൊരു അമ്പലമുണ്ട്, അവിടെ നമുക്ക് പോവാം. ആ
അടിപൊളി ആയിട്ടില്ല അമ്പലം നിൽക്കുന്നുണ്ടോ, അവിടെ പോവാം, അതും കാണിച്ചു തരാം. അതുപോലെ ഈ പാറയുടെ മുകളിലൊരു അമ്പലമുണ്ട്, ഒരുപാട് വർഷങ്ങളായിട്ടുള്ള അമ്പലമാണ്, പണ്ട് പുരാതന കാലം മുതലുള്ള അമ്പലം. അപ്പം പത്തനംതിട്ട സിറ്റിയാണ് ഈ കാണുന്നത് കംപ്ലീറ്റ്. കണ്ടില്ലേ എന്നാ രസമെന്ന് നോക്കി, അടിപൊളിയല്ലേ, കണ്ടില്ലേ കണ്ടില്ലേ. എനിക്ക് അഭിമാനിക്കാം ഞാൻ പത്തനംതിട്ടക്കാരനാണെന്ന്. മൈ പത്തനംതിട്ട. കൂട്ടുകാരെ, ദാ ഈ കാണുന്നതാണ് പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സമുച്ചയം. സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ബസ്സുകളൊക്കെ നിർത്തിയിട്ടേക്കുന്നത് കാണാൻ പറ്റും. കുറേ ഇങ്ങോട്ട് മാറിക്കഴിയുമ്പം അബാൻ ജംഗ്ഷൻ, ദാ സൂം ചെയ്ത് കണ്ടോളൂ. കുറച്ചങ്ങോട്ട് മാറുമ്പം മസ്ജിദ് കാണാം. അത് കഴിഞ്ഞ് കുറച്ച് ഇടത് സൈഡിലോട്ട് മാറുമ്പോൾ മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ മലയാള മനോരമയുടെ ഓഫീസ് എല്ലാം കാണാം. അതിമനോഹരമായ ഒരു നാട് തന്നെയാണ് പത്തനംതിട്ട. പച്ച വിരിച്ച പച്ചപ്പുള്ള ഒരു നാടാണ്. ഓക്സിജൻ ലെവൽ ഹൈ ക്വാളിറ്റി ഉള്ള നാടാണ് പത്തനംതിട്ട. ശക്തമായി കാറ്റടിക്കുന്നതിനാൽ ശബ്ദത്തിന് ഒരു ഡിസ്റ്റർബൻസ് ഉള്ളതിൽ ഖേദിക്കുന്നു. അതെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഭീമാകാരമായ പാറയുടെ മുകളിൽ 3 അമ്പലങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. ആ 3 അമ്പലങ്ങളിലും നിങ്ങളെ ഞാൻ കൊണ്ടുപോയി അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരുന്നതാണ്. എല്ലാവരും സഹകരിക്കുമല്ലോ. ഇതാണ് ഇവിടുത്തെ ഡേഞ്ചറസ് വ്യൂ പോയിൻ്റ്. കുറച്ചുകൂടെ താഴോട്ട് പോകാം കേട്ടോ. ഇവിടുന്ന് താഴോട്ട് പോയാൽ പിന്നെ താഴെ പോയി, ഇവിടുന്ന് താഴോട്ട് പോയാൽ പിന്നെ കഴിഞ്ഞു, പിന്നെ മനുഷ്യനെ നോക്കണ്ട. എൻ്റെ ഇവിടുന്ന് തകർന്നു, പിന്നെ പോയി. ഇവിടെ വരെയുള്ള ബൗണ്ടറി ഉണ്ടോ, ഇവിടെ വരെ ഉള്ളു പോകാൻ പറ്റും. ഇവിടുന്ന് താഴോട്ട് പോയാൽ പിന്നെ താഴെ ടൗണിൽ ചെല്ലും, പത്തനംതിട്ട ടൗണിൽ ചെല്ലും. ഇവിടെയൊക്കെ വീടുകൾ വെച്ച് താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലേ, ഈ വീടുകൾ ഇവിടെ എല്ലാം വെച്ചിരിക്കുന്നത്. അടിപൊളി സെറ്റപ്പ് സ്ഥലമാണ്, ഭയങ്കര കാറ്റാണ് ഇവിടെ. അത് തണുപ്പ്, നല്ല തണുത്ത കാറ്റാണ്. ഞാനീ കയറ്റം കയറി വന്നുകൊണ്ടാണ് ഇങ്ങനെ വേർത്ത് കുളിച്ചിരിക്കുന്നത്. പക്ഷെ കയറ്റം കയറി ഇവിടെ വന്നപ്പോൾ നല്ല കാറ്റുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ശരിക്കും ടയേർഡായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി റിസ്ക് എടുത്താണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് കുഞ്ഞുങ്ങൾ കാര്യമൊന്നുമല്ല കേട്ടോ. ഇതിന് മണ്ടയ്ക്കൊന്നും അങ്ങനെ ഈസി ആയിട്ടൊന്നും നടന്നു വരാൻ പറ്റത്തില്ല. ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ്. ഞാൻ വേറൊരു സ്ഥലത്തോടെ എത്തി, ആ മലയുടെ ഓപ്പോസിറ്റ്. ഇതാ ഞാനിരുന്നത് അതുകൊണ്ട് ആ ഓറഞ്ച് കളറടിച്ച് ബിൽഡിംഗ് ഉണ്ട്, അമ്പലം കൊണ്ട്. അവിടെ നിന്നിട്ട് നിങ്ങളെ ഞാനൊരു ഇപ്പുറത്തെ പാറ കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, ആ പാറയാണ് എൻ്റെ ഈ പുറകെ നിൽക്കുന്നത്. ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ വച്ചിരിക്കുന്നത്. ഇതാണ് ആ പ്രതിഷ്ഠ. അതുപോലെ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു. ഈ എന്തൊരു പാടുപെട്ട് ഇവിടെ വരുമെന്ന് അറിയാം, അത്രയ്ക്ക് പാടുപെട്ട് ഇവിടെ വരാൻ. അടിപൊളിയല്ലേ. ഇത് കാണുന്നത് കുമ്പഴ ഭാഗമാണ്. ഇത് നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞാൽ ഇത് പത്തനംതിട്ട സിറ്റി. അങ്ങനെയാണ് ഇതിനകത്തെ സിസ്റ്റം. ഇനി നമുക്ക് കാണാൻ പോകുന്നത് ഇത് അവിടെ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയാണ്, ആ ഗുഹയ്ക്കകത്ത് നോക്കും. അവിടെ ഒരു പാറയുണ്ട്, ആ പാറയിൽ നിന്ന് ഓക്കെ അങ്ങോട്ടോ. പ്രിയപ്പെട്ടവരെ, നിങ്ങളിവിടെ വരാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ മഴ സമയത്ത് ഒരിക്കലും വരാൻ പാടില്ല. കാരണം നമ്മുടെ കാല് തെന്നിപ്പോവും, നമുക്ക് അപകടമുണ്ടാവും. അതുകൊണ്ട് മഴയില്ലാത്ത സമയങ്ങളിൽ മാത്രമേ വരാൻ പാടുള്ളൂ. ഓക്കെ. ഒരു ഗുഹ അവിടെ കാണുന്നത്, ഒരു പിന്നെ ഗ്രില്ലിട്ട് ആ ഗുഹയുടെ അവിടെ പോയിട്ട് വരാം. അത് കഴിഞ്ഞ് ഈ പാറയില്ലേ അതിൻ്റെ മുകളിലൊന്ന് പോയിട്ട്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പാറയിലാണ്, നമ്മൾ നിന്നത് ആ പാറയിലാണ്. അപ്പോൾ എത്ര പാറയാണെന്ന് നോക്കി, 1, 2, 3,
പിന്നെ അത് സൂം ചെയ്ത് കാണിച്ചു തരാം. ഒരു കട്ടിൽ പോലൊരു പാറയുണ്ട്. അതാണ് എന്താ സംഭവം എന്ന് നമുക്കറിയത്തില്ല. ഒരു വിളക്ക് വെച്ചിട്ടുണ്ട്, ഒരു കട്ടിൽ പോലെ പാറയുണ്ട്, പിന്നെ അങ്ങോട്ട് ഗുഹയുണ്ട്. ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. ഒരു വിളക്കും വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് സംഭവം. അതാണ് ഈ ഗുഹ. കണ്ടോ? സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ 3 പാറയുടെയും നടുവശത്തായിട്ടുള്ള പാറയിലാണ്. ഇവിടെ മനോഹരമായ പുൽത്തകിടിയുണ്ട്. ഗുഹ ഉണ്ടല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ കയറാം. ഒരു ചേട്ടൻ എൻ്റെ കൂടെ വരുന്നുണ്ട് ഇതിൻ്റെ മേളിൽ കയറാൻ വേണ്ടി. നമുക്ക് 2 ചേട്ടന്മാർ ഇതിലേ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേളിൽ കയറാം. ഇതിൻ്റെ മേളിൽ കയറിയാൽ ഭയങ്കര കാറ്റവിടെ, ഒരു രക്ഷയില്ലാത്ത കാറ്റ്. ഇതിലാണ് കയറിപ്പം. റൗണ്ട് അടിച്ച് കാണിച്ചു നടന്നിട്ട് ഇവിടുന്ന് നമ്മൾ പോയാൽ നേരെ കുമ്പഴം. അത് തന്നെ, ഇവിടുന്ന് വീണാൽ നേരെ കുമ്പഴം അല്ലേ? എളുപ്പ വഴി. ഇതൊരു നേരെ ചാടിയാൽ മതി കുമ്പഴച്ച്. അന്യായ പൊക്കം ഇവിടെ കൊണ്ടും ഭയങ്കര ഹൈറ്റാണ്. തണുത്ത കാറ്റ്. ഇത്രയും ചൂട് സമയമായിട്ടും ഇവിടെ തണുത്ത കാറ്റാണ് അടിക്കുന്നത്. തണുത്ത കാറ്റടിക്കുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. പത്തനംതിട്ടയിൽ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം വേറെ ഇല്ല. അല്ലേ? പത്തനംതിട്ടയിൽ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അടിപൊളി സ്ഥലങ്ങളാണ്. എന്താ നമുക്ക് ആദ്യം കാണാം. അതാ ആ സംഭവം നോക്കാം. ഇവിടെ ഒരു ചെറിയ പ്രതിഷ്ഠ പോലെ എന്താ വെച്ചിട്ടുണ്ട്. പ്രതിഷ്ഠ പോലെ എന്താ വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു. അതിൻ്റെ മുമ്പിൽ കൂടെ പോകുന്നത് ശരിയല്ല, അതിൻ്റെ ഇതിലാക്കുന്നത് ശരിയല്ല. താഴോട്ട് പോയാൽ നേരെ കുമ്പഴായിരുന്നു ചെന്ന് വീഴുന്നത്. കുമ്പഴക്കയത്തിലോട്ടായിരുന്നു വീഴുന്നത്. അത്രയ്ക്ക് ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അത്രയ്ക്ക് ഹൈറ്റാണ്. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. കൂട്ടുകാരെ, 360 ഡിഗ്രിയിൽ ഈ പാറയുടെ ഏറ്റവും മുകളിലത്തെ ഭാഗമാണ് ഈ കാണിച്ചു തരുന്നത്. 300 അടി ഹൈറ്റിലാണ് സിറ്റിയിൽ നിന്നും. അപ്പോൾ ഇവിടെ വരുന്നവരെ ഒരു കാര്യം ശ്രദ്ധിക്കുക. അനാവശ്യമായ കാര്യങ്ങൾക്ക് ഇങ്ങോട്ട് വരാതിരിക്കുക. അറിയാമല്ലോ അനാവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതുപോലെ ഇവിടെ വരുന്നവർ പ്ലാസ്റ്റിക് കുപ്പി, പ്ലാസ്റ്റിക് കവറുകൾ അതൊന്നും കൊണ്ടുവന്നിട്ട് ഇവിടെ വലിച്ചെറിയാതിരിക്കുക. താഴെ ഒരു പ്ലാസ്റ്റിക്കൊക്കെ ഇടുന്ന ഒരു ഭാഗത്തുണ്ട്. അത് പ്ലാസ്റ്റിക്കൊക്കെ അവിടെ ഇട്ടിട്ട് ഇവിടെ വന്ന എല്ലാം ക്ലീനായിട്ട് പിന്നെ കണ്ട് തിരിച്ചു പോകുക. അത്രേ ഉള്ളൂ. ഫോട്ടോയൊക്കെ എടുക്കാം. നല്ല വൈബാണ്. പിന്നെ അതുപോലെ ഇരിക്കാൻ വെള്ളമൊക്കെ ഇരുന്ന് കുടിച്ച് ഒക്കെ പോകാം. നല്ല വൈബുള്ള സ്ഥലമാണ്.
അപ്പം വളരെ ശ്രദ്ധിക്കുമല്ലോ. ഇതാണ് നമ്മുടെ ആ പത്തനംതിട്ടയുടെ വിരിമാർ, പത്തനംതിട്ടയുടെ ചങ്ക് എന്ന് പറഞ്ഞാൽ ഈ ചുട്ടിപ്പാറ. പത്തനംതിട്ടയ്ക്ക് ഡബിൾ ചങ്കല്ല, ട്രിപ്പിൾ ചങ്കാണ്. അതിലൊരു ചങ്കാണ് ഈ കാണുന്നത് അതിപ്രതാ കാണുന്നത്. അങ്ങനെ ട്രിപ്പിൾ ചങ്കാണ് നമ്മുടെ പത്തനംതിട്ടയ്ക്ക്. എവിടെ നിന്ന് വരും നിങ്ങൾ? ഞങ്ങൾ മെഴുവേലി, പത്തനംതിട്ട, എലന്തൂര്, 2 വഴിയാ. ചേട്ടൻ എടാ ഗൾഫിലാണോ? വയ്യ, ശ്വാസം എടുക്കാൻ വയ്യ, സംസാരിക്കാൻ വയ്യ. ആ ഗൾഫിലുണ്ട്. ഗൾഫിലുള്ളവർക്കാണ് മെയിനായിട്ട് വിടുന്നത്. ഗൾഫിലുള്ളവർക്ക് കാണാൻ വേണ്ടിയത്. ആ അപ്പോൾ നമ്മൾ നമ്മുടെ പരിപാടി തീർത്തിറങ്ങുവാണ്. അത്യാവശ്യമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൂട്ടുകാരെ ശരിക്കും ടയർഡായിക്കോട്ടെ, ശരിക്കും ടയർഡായി. ഭയങ്കര കയറ്റവും അതുപോലെ ഇറക്കമാണ്, ഒരു രക്ഷയില്ല. ഇവിടെ ഈ പാറയുടെ മുകളിൽ അമ്പലമുണ്ട്. ഈ അമ്പലത്തിൽ ഉത്സവം നടക്കും. ഇനി അടുത്ത നമ്മുടെ വീഡിയോ നമ്മൾ ആ ഉത്സവം ഷൂട്ട് ചെയ്യും. ആ ഉത്സവം കംപ്ലീറ്റ് ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ ചെറിയ പരിമിതികൾ കൊണ്ട് ഞാനത് നന്നായിട്ട് എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. നിങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇവിടെ വരാൻ എളുപ്പമാണ്, ഈസിയാണ്, പക്ഷെ നല്ലതാണ്. കൊളസ്ട്രോൾ ഒന്ന് കുറയും.